അല്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മുത്തപ്പൻ്റെ കളി നല്ലതാണ്. മുത്തപ്പൻ്റെ കൂട്ടുകാരും കൂടെ പറഞ്ഞാൽ പോയിട്ടുണ്ട്. നാട്ടുകാരും കൂടെ ഇഷ്ടപ്പെട്ടതല്ല. പക്ഷേ നമുക്ക് ഫീഡ്ബാക്ക് വന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് തിയേറ്ററിൽ നിന്ന് വിളിച്ചു, നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ചു. സുഹൃത്തുക്കൾ അല്ലാത്ത ആൾക്കാരും ഗംഭീര സിനിമയാണെന്ന് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും എനിക്ക് തോന്നുന്നത് എൻ്റെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, എൻ്റെ സിനിമാറ്റോഗ്രാഫറായ ഞങ്ങളൊക്കെ ഇങ്ങനെ മാത്രമല്ല, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ആർട്ടിസ്റ്റായിട്ട്. ഇത് കറക്റ്റായിട്ടൊരു കാസ്റ്റിംഗ് ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്ത സിനിമയാണ്. എല്ലാവർക്കും പറ്റിയ കഥാപാത്രങ്ങൾ കൃത്യമായ അളവിൽ. ഇത് ഗംഭീര സിനിമയാണ് ഞാൻ കണ്ടിടത്തോളം. എന്തെങ്കിലും തീരുമാനം ഇതിന്റെ മേക്കിംഗ് വളരെ മൂന്ന് ലൊക്കേഷന് അടിപൊളിയായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മേക്കിംഗ് പറച്ചില്ല സ്റ്റൈലുകൾ, ഓവർ സെന്റിമെന്റ്സ് ഒന്നും ഇല്ലാതെ പടയെന്ന് പറഞ്ഞിട്ട് ഒരു ലാഗ് പോലും ഇല്ലാതെ എടുപിടി തീർക്കുന്നത്. ഇത് ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ കഥാപാത്രം കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡ് വന്നിട്ടായിരുന്നു ഇങ്ങനെ തന്നെ ഒരു അഭിപ്രായം വരുമെന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാ ഘട്ടത്തിലെയും പ്രതീക്ഷ. ഇതിൻ്റെ ഐഡിയ പറയുമ്പം, അല്ലെങ്കിൽ ഇതിൻ്റെ റൈറ്റിംഗ് നടക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്തോ ഒക്കെ ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒരു തരത്തിലും താഴത്തോട്ടൊരു ഘട്ടത്തിലും പോയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് റിലീസായി ഈ പടം ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ട് നിൽക്കുമ്പോഴും അതുപോലെ തന്നെയാണ് തോന്നുന്നത്. ഭയങ്കര കുറച്ച് വിശ്വാസമായിരുന്നു ഈ വിഷയത്തിലും ഈ സിനിമയിലും. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു പുതുമ, ഈ സബ്ജക്റ്റ് മാത്രമല്ല, മേക്കിങ്ങിൻ്റെ പുതുമയും ഞങ്ങൾ സ്പോട്ടിൽ തന്നെ അനുഭവിച്ച ആൾക്കാരാണ്. കാരണം ആഷിക്ക് തന്നെയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്, ആഷിക്ക് തന്നെയാണ് ഡയറക്ടർ. ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ ആഷിക്കിൻ്റെ ഒരു ദിവസം പോലും ഒരു 5 മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങളൊക്കെ ആലോചിക്കും, ഇയാൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നല്ലോ. പക്ഷെ ആ കഷ്ടപ്പാടിൻ്റെ എന്തുകൊണ്ടാണ് ആഷിക്ക് അന്ന് അത്രയും ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇന്ന് സിനിമ കാണുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ ഈ റിലീസിന് മുമ്പായിട്ട് പ്രമോഷൻസിന്റെ കാര്യം വരുമ്പോഴത്തേക്കും മറ്റ് സിനിമകളൊക്കെ ഭയങ്കര അധികം പ്രൊമോട്ട് ചെയ്തപ്പോൾ ഈ റൈഫിൾ ക്ലബ്ബ് കുറച്ചുകൂടെ സൈലന്റ് ആയിട്ട് നിന്ന് ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര ഹെവി പോസിറ്റീവ് റിപ്പോർട്ട്സ് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ ലോ പ്രൊഫൈൽ വന്ന് ക്രിസ്മസ് തൂക്കാവുന്നുള്ളത് ഒരു പ്ലാനായിരുന്നു. പ്ലാന്റ് അല്ല, അത് കണ്ടന്റിലുള്ള നമ്മുടെ വിശ്വാസം കൊണ്ടാണ് ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വെക്കാമെന്ന് ടീം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പടത്തിന് മുമ്പേ പ്രസ് മീറ്റ് വെച്ചാൽ എന്തായാലും എല്ലാവരും സിനിമ കണ്ടു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണല്ലോ കുറച്ചുകൂടെ ക്ലാരിറ്റി സംസാരിക്കാമല്ലോ. നമ്മൾ മുമ്പേ വന്ന് തള്ളേണ്ട കാര്യമില്ലോ, കണ്ടറിയാമല്ലോ എന്നുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് ആണ് കേട്ടോ. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അല്ല, നമ്മളൊക്കെ ഓൾറെഡി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ ഹനുമാൻ ഖാൻ, നമ്മുടെ സൂരജ്, അതൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഒരു എൻട്രി, ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രിയും കാര്യം. അത് തന്നെ ആക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ ആഷിക്കേട്ടനും നമ്മളെ വളരെ ഒരു പ്രസൻസ് ഉണ്ട്. ഒരു ക്യാമറേൻ്റെ ബാക്കിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും നല്ലൊരു രീതിയുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആകുമ്പോൾ ആ ഒരു നെർവസ്നെസ് ഉണ്ടാവില്ല. പക്ഷെ അത് റിമൂവ് ചെയ്യാൻ പറ്റിയ ഡയറക്ടറായിരുന്നു. ആൻഡ് ടു താങ്ക് ആഷിക്കേട്ടൻ ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദിസ്. ബിക്കോസ് പറഞ്ഞ മാതിരി ഇവർ മുന്നിലൊക്കെ ഞങ്ങൾക്ക് ഐ ഹാവ് നോ ഐഡിയ, റൈറ്റ്? പക്ഷെ ആദ്യമായിട്ടൊന്ന് ചെയ്യുമ്പോൾ ഇറ്റ്സ് എൻ ഓണർ. അതൊക്കെ വെറുതെ കുറച്ച് വിനയമാണ്, കുറച്ച് വിനയം പുള്ളി പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു ഫീൽ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. സൂരജ് ഫസ്റ്റ് ഡേ തന്നെ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സീൻസ് ആയിരുന്നു. പേടിച്ചു. അതെ, സൂരജിന്റെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്ക് തന്നെ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇവ വന്നിട്ട് ഒരു 30 പുഷപ്പ് എടുക്കും ഷോട്ടിന് മുമ്പ്. എന്നിട്ട് പോയിട്ടാ പുള്ളി സ്ട്രഗ്ലിംഗ് സീൻസ് ഒക്കെ അഭിനയിക്കുന്നത്. സോ ഇറ്റ് വാസ് പാഷനേറ്റ് ടു വാച്ച് ഹിം ഓൾസോ. വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അല്ല, ഞാന് ഇതിന് മുന്നേ ഞാൻ സ്റ്റേജിലാണ് യൂഷ്വലി പെർഫോമൻസ് ചെയ്യല്. അപ്പൊ ആ സ്റ്റേജിൽ കയറുന്ന മുന്നേ നമ്മൾ സാധാരണ ഒരു 100 പുഷപ്പ് അടിച്ചിട്ടാണ് പോയില്ല. അപ്പൊ ഞാൻ ആ സെയിം ടെക്നീക്ക് ഇവിടെ യൂസ് ചെയ്യാനായിരുന്നു മനസ്സിലുണ്ടായത്. പിന്നെ അതും നമ്മൾ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെടി കൊള്ളുന്ന സീനായിരുന്നു. ഞാൻ
അങ്ങനെ കുറച്ച് പമ്പാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതെ അതെ, അത് എണ്ണാൻ വേണ്ടിട്ട് എന്നെ നിർത്തുമായിരുന്നു. സോൾബി ചേച്ചി പ്ലീസ് കം, ഐ ആം കൗഡ്. ഞാനാണെങ്കിൽ പേടിച്ചു വിറച്ചു, മോനെ സുരേഷ് അല്ല ഹനുമാൻ കൈൻ്റെ ഒക്കെ ആണല്ലോ ഇവൻ. അപ്പോ പോയി എങ്ങനെ എണ്ണി അങ്ങനെ വാമാക്കിട്ട് നോക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ബേബിയുടെ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ലൈക്ക് it was really fun. It was a beautiful time and yeah. 32 ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ചിലപ്പോൾ എനിക്ക് ഒരു ഷോട്ടൊക്കെ ഒരു ദിവസം. അപ്പൊ ഞങ്ങൾക്ക് പക്ഷേ എനിക്കൊരു വിഷമമില്ല. എന്താ വെച്ചാൽ എല്ലാവരും കൂടി മുറിക്കാത്തിരിക്കും. ഇതങ്ങോട്ട് തള്ളുക, കളിയാക്കുക, കൊല്ലുക. എനിക്ക് വെളുപ്പിന് 2:30 മണിക്ക് ഒരു ഷോട്ട് വരും. ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും, മേക്കപ്പ് ഇരിക്കും. അപ്പൊ 2:30 മണിക്ക്. അപ്പൊ ചിലപ്പം എനിക്ക് നേരത്തെ ഷോട്ട് വരും. അപ്പൊ ഈ സുരഭിയൊക്കെ പോയി ആഷിനോട് പറയും, വെയിറ്റ് ചെയ്യും, പുള്ളി ഉറങ്ങുക, കുറച്ച് കഴിഞ്ഞ് എടുത്താൽ മതി, പുള്ളി ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പൊ പിന്നെ ആഷിക്ക് പിന്നെ കഴിഞ്ഞാൽ ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പൊ ലാസ്റ്റ് ഷോട്ട് എനിക്ക് എടുക്കും 2:30 മണിക്ക്. അപ്പൊ ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ഷോട്ട് കഴിഞ്ഞിട്ട് പോകും. അങ്ങനെ 2:30 കൂട്ടുകാരെന്നുള്ള പേര് കിട്ടി എനിക്ക്. ഒന്നുമില്ല, എനിക്ക് ഇത്രയും ആക്ടേഴ്സിൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് ഫസ്റ്റ് ടൈം ആണ്. നാടകത്തിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. സോ എല്ലാവരും പിന്നെ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. കുറച്ച് ഷോട്ട് എടുക്കും, ബാക്കി നേരം നമുക്ക് പല പല പരിപാടികളായിട്ട് ക്യാബിൻസിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം. സൂരജിനെ അഭിനയിക്കാൻ വിളിച്ചിട്ട് ഷൂട്ടിൻ്റെ ഡേറ്റ് ആയിട്ടും സൂരജ് അവിടെ നിന്ന് വരുന്നില്ല. അപ്പോൾ ശ്യാമിൻ്റെ അടുത്ത് പറഞ്ഞാണ്, സൂരജ് പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചതാ, എനിക്ക് ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ വേണം, എനിക്ക് കഥ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ആദ്യമേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ റൈഫിൾ ക്ലബിൻ്റെ പ്രത്യേകത അതാണ്, ആ സിനിമയുടെ കഥ. പക്ഷേ ഒരു പേജിലും എഴുതി തരാവുന്ന കഥയേ ഉള്ളൂ. പക്ഷേ ക്യാരക്ടേഴ്സിനെ അത്രമാത്രം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ വെൽ ഡിഫൈൻഡ് ആണ്. അത് റൈറ്റിംഗ് പാർട്ടായാലും അതിൻ്റെ മേക്കിംഗ് പാർട്ടായാലും അത്ര പെർഫെക്റ്റാണ്. അപ്പോൾ സൂരജിൻ്റെ അടുത്ത് ശ്യാം അവസാനം ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് കയറി വാമച്ചനെ, ഇവിടെ വന്നിട്ട് പിടിക്കാൻ നോക്കാം. ആ പിടുത്തമാണ് സിനിമയെ കണ്ടത്. ഒരുപാട് സന്തോഷം ഇങ്ങനെ റൈഫിൾ ക്ലബിൽ ആഷിക്കിൻ്റെ ഈ പടത്തിൽ എനിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആഷിക്കിൻ്റെ പടങ്ങളൊക്കെ മിക്കവാറും പല പല ജോണറിലുള്ള പടങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിലൊന്നും കയറി ഇരിക്കുന്ന ഒരു പ്രകൃതമല്ലെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫി കണ്ടിട്ട്. സോ അദ്ദേഹത്തിൻ്റെ പുതിയൊരു പടം, ആ പുതിയൊരു എക്സ്പെരിമെൻറ്റിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം.